സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു തമ്പന്മി. സോ ഇതാ നമ്മളിന്ന് വന്നിരിക്കുന്നതാണ് ഡ്രീം വില്ല്. സോ നമ്മൾ ഈ പോസ്റ്റർ കണ്ടിട്ട് വന്ന കേട്ടോ. ഇതിൻ്റെ പേര് നമുക്ക് നേരെ ക്ലിയർ ആവുന്നില്ല. നമ്മളിന്ന് ഡ്രീം വില്ലയിലാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിലൊന്ന് കിളിനെ കഴിക്കണം, കഴുത്തിൽ പാമ്പിനെ കഴിക്കണം. സോ ഇതിനകത്ത് കയറാൻ വരുന്ന ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപ വാങ്ങി നമുക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടൈമാണ്. നമുക്ക് എത്ര നേരം വേണേലും കളിക്കാം. സോ ഇതാണ് ആഗ്രയിൽ നിന്നുള്ള പശുക്കളാണ്. ഇത് വലിയ പശുക്കൾ തന്നെയാണ്, പക്ഷേ അതിന് ഹൈറ്റ് വെക്കില്ല. സോ ഇതാ അവിടെ നമുക്കൊരു ഒട്ടകുണ്ട്. ഇതിൻ്റെ പേര് ബാബു എന്നാണ് കേട്ടോ. പിന്നെ ഇതാ അവിടെ വലിയൊരു ഡോഗുണ്ട്, ഭയങ്കര വലുതാണ് ഗൈസ്. പിന്നെ അതാ ഒരു ചെറിയ ഡോഗ്, എനിക്ക് തോന്നുന്നത് അതിൻ്റെ പേര് പഗ് എന്നാണ്. പിന്നെ ഒരു ഇതുണ്ട്. സോ ഞങ്ങൾ ആദ്യം തന്നെ കയറിയത് ഇതിനകത്താണ് കേട്ടോ. ഇത് എന്തോ ഒരു ബോട്ട് ടൈപ്പ് ഓഫ് സാധനമാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ പെഡൽ വരുന്നത്. സോ അത് കറക്കുമ്പോഴാണ് അതിങ്ങനെ മൂവ് ആവുന്നത്. സോ ആദ്യമായിട്ട് തമ്പ് കയറിയിട്ട് അവന് എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ അവനതാ കളിക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, അങ്ങനെ തിരിക്കുമ്പോഴാണ് അത് വർക്കാവുന്നത്. പക്ഷെ അത് റൊട്ടേറ്റ് ആവാനുള്ള സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൈ വേനിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അതാ ഞാനാണ് കയറാൻ പോകുന്നത്. ഞാൻ കയറിയിട്ട്, അതായത് എൻ്റെ സൈസിന് പറ്റിയതായിരുന്നില്ല അത്, പക്ഷേ അത് പറഞ്ഞ് കയറിക്കോ പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്. പക്ഷെ ഞാനത് കയറി ഇരുന്നപ്പോൾ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാതെ നല്ല രസമുണ്ട്, കളിക്കാനൊക്കെ പറ്റും. സോ അങ്ങനെ ഞങ്ങൾ മേലേക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മുടെ ഈ മീനുകൾ, അതേപോലെ കിളികളുടെയൊക്കെ സാധനങ്ങളുള്ളത്. സോ അതാ ഞങ്ങളങ്ങനെ മേലെ കയറിയിട്ട് ഇവിടെ ചാടാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ചാടി കളിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കയറിയിട്ടില്ല. 8 വയസ്സിന് താഴെയുള്ളവർക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളൊരു എന്താ പറയുക, ഇത് ഇളകി കളിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കൂടെ അങ്ങനെ നടക്കണം. അപ്പോൾ ആ സാധനത്തിൽ ഞാൻ അങ്ങനെ കയറി കളിക്കുകയാണ്. അപ്പോൾ ഇത് അടുത്തത് തമ്പുവിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കേട്ടോ. എങ്ങനെയുണ്ട് ഗൈസ്, രസമുണ്ടോ? ഞാൻ അടുത്തതാണ്. സോ ഇതാണ് കേട്ടോ ആ പാർക്ക് ഫുള്ളായിട്ടുള്ളത്. അതായത് ഒരു 2 സ്ലൈഡിൻ്റെ ഒരു ഇത്, പിന്നെ ഒരു 2 ഊഞ്ഞാല്, പിന്നെ ഒരു ചാടുന്ന സാധനം. അപ്പം ഞാൻ ഉരുശി ഇറങ്ങി വന്നു. ഇനി തമ്പുവിൻ്റെ കണ്ടോ. അപ്പോൾ അതാ ഞാൻ രണ്ടാമത് തമ്പുവിനെയും കൊണ്ട് എടുപ്പിച്ചു. കണ്ടില്ലേ, ഇപ്രാവശ്യമാണ് തമ്പുവിൻ്റെ റെഡി ആയത്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലോപ്പായിരുന്നു. അപ്പോൾ അതാ ഞാനായിരുന്നു അങ്ങനെ ഉരുശി ഇറങ്ങുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഞങ്ങളങ്ങനെ മീനുകൾക്ക് ഫുഡ് കൊടുക്കാവുന്നതാണ്. നല്ല രസമുണ്ട് ഗൈസ്. എല്ലാ മീനുകളും നമ്മുടെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നിട്ട് ഒരുമാതിരി ഒരു നക്കി വലിച്ചെടുക്കുന്നൊരു ടൈപ്പ് ഓഫ് ഇതായിരുന്നു. തമ്പൂന് ഭയങ്കര പേടിയായതുകൊണ്ട് പെട്ടെന്നൊന്നും ഇടുന്നില്ല. ഇപ്പം ഭയങ്കര ഒരു സ്ലോ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂതിയായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ കൈ വെച്ച് കൊടുത്തു. പക്ഷെ അവന് ഭയങ്കര പേടിയായതുകൊണ്ട് അവൻ തൊടണുള്ളൂ. പിന്നെ ഞങ്ങൾ ഫിഷ് തെറാപ്പി ചെയ്തു. മീനുകൾ വന്നിട്ട് കാലുമ്പോൾ കടിക്കുമ്പോൾ ഒരുമാതിരി ഒരു ഫീലാണ് കേസ്. അത് വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ശരിക്കും നമ്മൾ പോയിട്ട് ഇരുന്ന് അതൊരു അനുഭവമാണ് കേട്ടോ, ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ഏട്ടൻ്റെ കാലിൽ കണ്ടില്ലേ, എനിക്ക് ആദ്യമൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നിട്ട് ചെയ്യാനായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ കാലത്തെ ഡെഡ് സ്കെൽസൊക്കെ അത് തിന്നും. അപ്പോൾ നമ്മുടെ കാലൊന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണിത്. പിന്നെ അതാ ഞങ്ങളൊരു വെള്ള കളർ വാളയുള്ള സ്ഥലത്ത് വന്നു. എല്ലാവരും പറയുന്നത് ഷാർക്കാണെന്നാ. ഇതൊക്കെ അലിഗേറ്റേഴ്സാണ് കേട്ടോ. 1 2 3 4 5 6 അലിഗേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അല്ല 7 ഉണ്ട് തോന്നുന്നു. ഒന്ന് കറുത്ത കളറാണ്. ഇവരൊക്കെ ഭയങ്കര അഗ്രസീവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു ചെറിയൊരു കേജിനകത്ത് പൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ക്യാമറ ഉള്ളിൽ കൂടെ ഇട്ടെടുത്തതാണ്. പിന്നെ ഞങ്ങളൊരു പൂച്ചനെ കണ്ടു. ഞാൻ ആദ്യം കണ്ട സമയത്ത് പുലിക്കുട്ടിയാന്ന് വിചാരിച്ചിരുന്നത്. അവളെന്തോ അവിടെ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ മാന്തി പൊളിച്ചിട്ട് എന്തോ ഒന്നിങ്ങനെ നക്കിയെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല നേരെ. എന്തായാലും ആളെ കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾക്ക് അതിനെ കയറ് വിട്ടിട്ട് ഓടിക്കാനുള്ളൊരു അവസരമൊക്കെ കിട്ടി. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ എമുവിനെ കണ്ടു. എമുവിനെ ഞങ്ങൾ വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റും.
എനിക്ക് പേടിയായതുകൊണ്ട് കയറിയില്ല. പിന്നെ ഞങ്ങളൊരു വലിയൊരു പഞ്ചവർണ്ണ കിളി തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അതാ ഞങ്ങൾ കയറുന്ന വിഷ്വൽസാണിത്. ഞങ്ങളങ്ങനെ കയറി അതിൻ്റെ ഉള്ളിൽ വലുതാണ്, വലുത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പം വരും. അതിൻ്റെ വാലൊക്കെ കണ്ടിട്ട് എനിക്ക് സത്യമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഏട്ടനാണ് ഞങ്ങൾക്കത് കയ്യിൽ വെച്ചത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ കാണിക്കുന്നത് കണ്ടോ ഒരു ഭയങ്കര ഒരു വലിയ സാധനമാണ്. ഒരു വെയിറ്റ് നമുക്കത് ഫീൽ ചെയ്യും. കണ്ടില്ലേ. പിന്നെ അതിനെ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. എൻ്റെ കയ്യിൽ പിന്നെ വലിയ കൈയുള്ള ഷർട്ടായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ നഖം കൊണ്ടുകഴിഞ്ഞാൽ നമുക്ക് വേനയ്ക്ക് കിട്ടും. അപ്പോൾ ഗൈസ് ഇത് ഇഗ്വാനയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനെ കയ്യിലൊന്നും വെച്ചില്ല, കാരണം അതിൻ്റെ നഖമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായി ഗൈസ്. അതുകൊണ്ട് ഞാനതിനെ കയ്യിലൊന്നും വെച്ചില്ല. കണ്ടില്ലേ, പച്ച കളറൊക്കെ ഇഗ്വാനുണ്ട്. പിന്നെ ഒരു എലീൻ്റെ ടൈപ്പ് ഓഫ് സാധനമുണ്ട്. പിന്നെ ഇതെന്തോ പറക്കുന്ന സാധനം അറിഞ്ഞു, അതുകൊണ്ടൊരു കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, 2 എണ്ണം ഉണ്ട്. പൊടിക്കുഞ്ഞാ തോന്നുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഉരുണ്ട് കിടക്കുന്നത്. പിന്നെ ഇതാ ഇപ്പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അണ്ണാൻ, എന്തോ ടൈപ്പ് ഓഫ് അണ്ണാനാണ്. പക്ഷേ സാധാ നമ്മളെ ഇവിടെ കാണുന്ന അണ്ണാനല്ല, വെള്ള കളറിൽ ഗ്രേ കളറിലൊക്കെ ഉള്ളൊരു അണ്ണാനാണ്. ഇവിടെ ഒരു പാമ്പുണ്ട്, ചെറിയൊരു റെഡ് കളറിൽ പാമ്പ് കണ്ടോ. ആള് കുറച്ച് നാണക്കാരനാണ്, പിന്നെ കടിക്കൊന്നുമില്ല, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അതാ അവിടെ ഒരു മുള്ളൻപന്നി ഉണ്ട്. മുള്ളൻപന്നീനെ എടുക്കാനൊക്കെ പറ്റും, കുത്തൊന്നുമില്ല കേട്ടോ. ഭയങ്കര പാവം മുള്ളൻപന്നി. അപ്പോൾ അതിനെ കയ്യിലൊക്കെ എടുത്ത് വെച്ചു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടിയിട്ട് കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഈ സാധനത്തിനെ നമ്മളവിടെ പറത്തി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നീങ്ങി അത് താഴത്തേക്ക് ഇങ്ങനെ വവ്വാല് പോലെ വരും. ഭയങ്കര വെള്ള കളർ, നല്ല ക്യൂട്ടായിരുന്നു. എൻ്റെ കണ്ണൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നെ നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ തമ്പു കയ്യിലെടുത്തു, നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ കണ്ണൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ഓന്താണ് കേട്ടോ. പക്ഷേ എൻ്റെ മേത്തൊക്കെ കുറച്ച് മുള്ളുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. കുറേ മുള്ളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ. പിന്നെ അതാ നമുക്ക് വേറൊരു സാധനത്തിന് കിട്ടി. അതായത് നേരത്തെ കണ്ടില്ല ഒരു വെള്ള കളർ സാധനം, അതിൻ്റെ തന്നെ കുഞ്ഞാട്ടോ. അതിൻ്റെ കയ്യുമ്മ കൂടെ ഒക്കെ അങ്ങനെ കയറി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കയ്യുമ്മ കൂടെ ഇരിക്കുകയാണത്. പിന്നെ അതാ പാമ്പിനെടുത്തു, നല്ല റെഡ് കളർ ചുമല കളർ, ഭയങ്കര ചെറിയ പാമ്പാണ്. പക്ഷേ ആൾ ഭയങ്കര നാണക്കാരനാണ്. കണ്ടില്ലേ, നല്ല ചുമല കളർ പാമ്പ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് വലിയ കളികളായി ഗൈസ്. നമുക്ക് വലിയ പാമ്പിനെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ തല മാത്രമുള്ള കുഞ്ഞ്, ബോഡി കണ്ടോ എന്തൊരു വലിപ്പമുണ്ടോ. ഈ സാധനത്തിനെ ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഗൈസ്. പിന്നെ നമ്മളെ വിളിച്ചു. അപ്പം നമ്മൾ പാതി ധൈര്യത്തോടെ പോയി. അതിൻ്റെ തല എങ്ങനെ എൻ്റെ കയ്യിലായിരുന്നു എന്നുണ്ടെങ്കിൽ അപ്പം ഞാനവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്താനേ ഗൈസ്. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു. അതിനെ പിടിക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പക്ഷിക്കൂട്ടി കയറി. കണ്ടില്ലേ, കുറേ കിലോകൾ വന്നിട്ട് എൻ്റെ കയ്യിലിങ്ങനെ കൊത്തായിരുന്നു. എൻ്റെ കാല് ഭയങ്കര ഷാർപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വേനുണ്ട്. അതായത് അതിൻ്റെ കാലത്തെ നഖം ഉണ്ടല്ലോ, അത് നമ്മളെ കുത്തുണ്ട്. പിന്നെ ഞാനങ്ങനെ എൻ്റെ കയ്യിലേക്ക് ഒന്നിനെ വരുത്താണ്. എൻ്റെ കയ്യിലുള്ളത് ഞാൻ തുറന്നില്ല, കാരണം അത് ഭയങ്കര വേനുണ്ട് അറിയപ്പോഴേ. അപ്പം ഞാൻ അങ്ങനെ മെല്ലെ ഒന്നിട്ട് കൊടുത്തു. പിന്നെ എല്ലാ എണ്ണം പാടെ എൻ്റെ മേത്താണ്ട് വന്ന് കയറിയില്ലേ, ഞാനെൻ്റെ കുടുങ്ങിയില്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ മുയലിനെടുക്കാൻ പോയി. പിന്നെ അതാ ഞാൻ പാമ്പിനെ പിടിച്ചു. അങ്ങനെ അവസാനമായിട്ട് ഞാൻ പാമ്പിനെ എടുത്തു ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ചാൽ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടില്ല എന്നൊക്കെയാണ്. പിന്നെ എൻ്റെ കയ്യിലിരുന്നപ്പോൾ ആൾ ഭയങ്കര ഒരു കൂളായിട്ട് അങ്ങനെ എൻ്റെ തല കണ്ട് താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ നേരം പിടിച്ചെടുക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ബാബു നമ്പൂതിരിക്ക് ഫുഡും കൊടുത്ത് ഞങ്ങളങ്ങനെ ഇറങ്ങി ഗൈസ്. സോ ഈ സ്ഥലം വരുന്നത് ചെത്തല്ലൂരിലാണ്. ചെത്തല്ലൂർ ഡ്രീം വില്ല്. ചെത്തല്ലൂരിലുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. കണ്ടില്ലേ, ബാബു നമ്പൂതിരിക്ക് എന്തായാലും നല്ല സന്തോഷമായി ഗൈസ്. ഞങ്ങൾ കൊടുത്ത എല്ലാ ഫുഡും മര്യാദയ്ക്ക് കഴിച്ചു. പിന്നെ തമ്പു കൊടുത്തു. തമ്പു കുറേ കൊടുത്തു ഗൈസ്. തമ്പു ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, പിന്നെ അവന് രസം പിടിച്ചു, പിന്നെ കൊടുത്തു. പിന്നെ ഞങ്ങളങ്ങനെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി. എന്തായാലും ഭയങ്കര ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്.